എൻ്റെ കൂടെ ഇതിന്റെ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിലെ നായിക റാണിയ റാണ, അവരുടെയും ആദ്യത്തെ സിനിമ തന്നെയാണിത്. മഞ്ജു പിള്ളേനെ പിന്നെ പറയേണ്ട കാര്യമില്ല, ആദ്യത്തെ സിനിമ. ദിലീപേട്ടല്ലാത്ത എന്തൊരു പടം! വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹം നേരിട്ട് കാണുന്നതിൽ, നേരിട്ട് അനുഭവിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ എന്റെ അനിയനായിട്ട് അഭിനയിച്ചാണ് ജോസൂട്ടി. ദിലീപേട്ടനിവിടെ അഭിനയിക്കാൻ പറഞ്ഞ നായിക എല്ലാം പുതുമുഖ നായികന്മാരാണ്. യാത് പുതുമുഖ നായിക വന്ന് ദിലീപേട്ടൻ അഭിനയിച്ചു കഴിഞ്ഞാലും ഇപ്പൊ അവരെല്ലാം വേറെ ലെവലാണ്. അതുപോലെയാണ് ഇപ്പൊ കൂടുതൽ എന്ത് വേണം? ഞാൻ ആരാട്ടാ, നമ്മളിവിടുത്തെ റിവ്യൂറാണ്. ഭയങ്കര ഇഷ്ടമാണ് ദിലീപേട്ടന് വേണ്ടി 101 വീട്ടില് പെണ്ണി കരിക്കത് പൊങ്കാലിട്ട് തുലാഭാരം ഒരു കൊച്ചുണ്ട്. അച്ചു എന്ന് പറയണ ഒരു കൊച്ച് എന്റെ അടുത്ത് ഇന്നും ആ കൊച്ചു ഫോട്ടോ അയച്ചു എന്ന് ദിലീപേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കുക. ദിലീപേട്ടന്റെ വീട്ടിൽ വരാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഒരുപാട് പേരടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നമുക്ക് താമസിക്കാണ്ട് കാണാം, കണ്ടേ പറ്റൂ, കാണിക്കാം, നമുക്ക് കാണാൻ. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഈ നിറഞ്ഞ സദസ്സ് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. വന്ന ഒരു സിനിമയിലെ ഭാഗമാവാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം എല്ലാ തരത്തിലെ പ്രേക്ഷകരും ഇവിടെ ഉണ്ട്, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ. അപ്പൊ എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ആ സന്തോഷം നമ്മൾ നേരിട്ട് പങ്കുവെക്കുന്നു. ഒരു മിനിറ്റ്, ഒരു 2 വാക്ക് നമ്മുടെ നായിക. ഒരുപാട് പടങ്ങളൊക്കെ ദിലീപേട്ടനെ മറക്കരുത്, മറക്കേ ചെയ്യരുത്. വന്നാലും ശരിയല്ല, ദിലീപേട്ടനെ ആർക്ക് കുറ്റം പറയാൻ പറ്റൂല. പറ്റൂല, ഞങ്ങൾ സമ്മതിക്കൂല. അതാണ് ദിലീപേട്ടൻ, നമ്മളെ ഉയരാണ് ഉയര്. എന്തായാലും ഗോൾഡ് അടിച്ച് പടത്തിന് വന്ന് ഉറപ്പായിട്ടുള്ള കേസാണ്. ഒരു മാറ്റമില്ല. ഒരുപാട് സന്തോഷം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ഇവിടത്തെ എനർജി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷം. ഒരു റിവ്യൂ തുടങ്ങി. ഞാൻ മാംഗോ ചില്ലി മച്ചാനെന്നാണ് എന്റെ ചാനലിന്റെ പേര്. എല്ലാവരും എന്റെ റിവ്യൂ ഉണ്ട്. ഭാര്യ ചേട്ടന്റെ ഭയങ്കര പേരാണ്. അവള് കാണാൻ വരാൻ വേണ്ടിയാണ് അശോക് എന്നാണ് പേര്. ചേട്ടൻ ഒരു താങ്ക് യു പറയണം. പെരുന്നമണ്ണയ്ക്ക് സുഖമല്ലേ? ഏറ്റവും പറയുന്നത് ഒരു ഫോട്ടോ ഫോട്ടോ എടുത്തിട്ടേ ആൾ പോവുള്ളൂ. ഒരു മിനിറ്റ് അധികം അല്ല, എന്റെ നാട്ടുകാരോട് ഞാൻ എന്ത് പറയാൻ, സ്നേഹം മാത്രം, അത്രേ ഉള്ളൂ. ആരും ഒന്നും പറയരുത്. കരയിപ്പിച്ചോളാം. അവസാനത്തെ ബിഗ് ബോസ് കൊള്ളാം. ബിഗ് ബോസിൽ കയറി വരും. അപ്പോ എന്തെങ്കിലും ഇതിൽ അപ്പൊ വളരെ സന്തോഷം. ഇത് കൂടുതൽ ഫാമിലിയിലേക്കും കൂടുതൽ എന്താ പറയാ ഇതുപോലുള്ള ആൾക്കാരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ഒന്നും ആദ്യം കൊടുത്തിരുന്നില്ല.
മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ഈ സിനിമ ഇത്രയും വിജയം കൊണ്ടത്. ഇനിയും നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന നല്ല വാർത്തകൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ മുന്നോട്ട് പോട്ടെ. നിങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ അതായത് ഞങ്ങളെ വിജയിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സിനിമയുടെ വിജയവും നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലൂടെ തന്നെ വേണം ഞങ്ങൾ വളരാൻ. സോ ഇനിയും ആൾക്കാരിലേക്ക് എത്തിക്കുക. ഒരു നല്ല സിനിമ ആരും മിസ് ചെയ്യരുത്. അതുകൊണ്ടാണ് തിരുവനന്തപുരംകാരോട് ഞാൻ എന്ത് പറയണ, എന്നും സ്നേഹം, സന്തോഷം. നിങ്ങളാണ് എൻ്റെ ശക്തി. നിങ്ങളൊക്കെ പപ്പനാവിന്റെ ആൾക്കാരല്ലേ? ആൾക്കാരാണ് മനസ്സിലായില്ലേ? പ്രൊഡ്യൂസറിനുള്ളത് ട്രിവാൻഡ്രം യൂണിറ്റിന്റെ മെമ്പേഴ്സാണ്. വലിയ സന്തോഷം. അത്രയധികം സപ്പോർട്ടാണ് എൻ്റെ സഹോദരങ്ങളുടെ. സ്നേഹം, സന്തോഷം. കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. എല്ലാവരും വിളിച്ചോ? എല്ലാവരും വിളിച്ചു. അതും വെച്ചോളാം. ഈ പുള്ളി സമ്മതിക്കട്ടെ. കുഞ്ഞിനോട് കഴിച്ചു. പിള്ളേർക്ക് കൊച്ചുങ്ങളാണ് ഇവിടെ. കുഞ്ഞുങ്ങളാരും